വിവാദങ്ങളിൽ തളരാതെ മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി ചിത്രം എമ്പുരാൻ. റെക്കോർഡുകൾ തിരുത്തി ഈ ചിത്രം മുന്നേറുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും മോഹൻലാൽ ചിത്രം എമ്പുരാൻ 200 കോടി ക്ലബ്ബ് കടന്നിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 5-ാം ദിവസം പിന്നിടുമ്പോഴാണ് എമ്പുരാൻ 200 കോടി എന്ന ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ 200 കോടി ക്ലബ്ബിൽ കയറിയ ചിത്രമായി മാറി എമ്പുരാൻ. റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബ്ബിൽ ചിത്രം എത്തിയിരുന്നു. 4.25 ലക്ഷം ടിക്കറ്റുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എമ്പുരാൻ സിനിമയ്ക്കായി വിറ്റുപോയത്. സംവിധായകനായ പൃഥ്വിരാജും നായകൻ മോഹൻലാലും ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയായിരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ റീഎഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തും. ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തുമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിലെ ഏകദേശം 3 മിനിറ്റോളം വരുന്ന ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗവും ചില സ്ഥലങ്ങളുടെ പേരും അന്വേഷണ ഏജൻസികളുടെ ബോർഡും വെട്ടിമാറ്റിയതായാണ് വിവരം. വിവാദമായ വില്ലന്റെ ബാബ ബജ്രംഗി എന്ന പേരും മാറ്റി. റീ എഡിറ്റിംഗ് ആസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് അണിയറ പ്രവർത്തകർ. റീ എഡിറ്റ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് മോഹൻലാൽ പറയുമ്പോഴും തിരക്കഥാകൃത്ത് മുരളി ഗോപി അസംതൃപ്തനാണ് എന്നാണ് വിവരം. കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടങ്ങുന്ന ഇടതു വലത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ചിത്രത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ഈ അടുത്ത കാലത്തൊന്നും ഒരു മലയാള സിനിമ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആദ്യമൊക്കെ സിനിമ അതിന്റെ നിർമ്മാണ ചെലവ് കൊണ്ടും കാസ്റ്റിംഗ് കൊണ്ടും മേക്കിംഗ് മികവ് കൊണ്ടുമാണ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ സിനിമയിലെ രാഷ്ട്രീയ പരാമർശങ്ങളാണ് കത്തിപ്പടരുന്നത്. ചിത്രം എത്തുന്നതിനു മുൻപ് വരെ സ്റ്റീഫൻ നെടുമ്പള്ളിയെയും എബ്രഹാം ഖുറേഷിയെയും കുറിച്ച് ചർച്ച ചെയ്തിരുന്നവർ ഇപ്പോൾ ചിത്രത്തിലെ ഗുജറാത്ത് കലാപ പരാമർശത്തെയും വില്ലന്റെ റെഫറൻസിനെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എമ്പുരാൻ എന്ന സിനിമയെ പ്രേക്ഷകർക്കുണ്ടായിരുന്ന പ്രതീക്ഷ എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിലപ്പുറം ചിത്രത്തിലെ രാഷ്ട്രീയ പരാമർശങ്ങളും വിവാദങ്ങളും തന്നെയാണ് ചിത്രത്തിന് ഇത്രയേറെ പ്രചാരണം നേടിക്കൊടുത്തത്. എന്നാൽ വിവാദം ചിത്രത്തിന്റെ കളക്ഷനെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ചിത്രത്തിലെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തി RSS മുഖപത്രം ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു. ഹിന്ദുവിരുദ്ധ പ്രചാരണമാണെന്നും ചിത്രത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിച്ചെന്നുമാണ് ഓർഗനൈസർ ഉന്നയിച്ച പ്രധാന ആരോപണം. സിനിമയ്ക്കെതിരായ വിമർശനം എന്നതിലുപരി പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് ഓർഗനൈസർ. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ പങ്കെടുത്ത പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദമാകുകയായിരുന്നെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ദ്രജിത് സുകുമാരനും അതിന് പിന്തുണ നൽകിയെന്നുമാണ് ലേഖനം ആരോപിക്കുന്നത്. സിനിമയുടെ പ്രചരണത്തിലേർപ്പെട്ട് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ നന്ദി പറഞ്ഞതും സംഘപരിവാർ അനുകൂലികളുടെ സൈബർ ആക്രമണത്തിന് കാരണമായി. എന്തിനാണ് താങ്ക് യു, സ്വന്തം രാഷ്ട്രീയ പ്രചാരണം നടത്താൻ സിനിമ ഉപയോഗിച്ചതിനോ എന്ന നിലയിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്.